അല്ല, എന്റെ അകന്ന ബന്ധത്തിലൊരു കുട്ടിയുണ്ട്. അവളുടെ പേര് വർഷ എന്നാണ്. കുട്ടിയെ കണ്ടപ്പോ അവളെ പോലെ തന്നെ. അത് ശരി. ലോകത്ത് ഒരുപോലെ ഇരിക്കുന്ന 7 പേരുണ്ടെന്നാ പറയുന്നേ. അങ്ങനെയുള്ള സമയമായിരിക്കും. ആയിരിക്കാം. ഞാൻ പേടിച്ചു പോയി. സാറിന് ഇനി വല്ല മാനസിക പ്രശ്നം ഉണ്ടെന്നായിരുന്നു എന്റെ സംശയം. എന്നാലും അയാള് കാണാതെ രക്ഷപ്പെടണല്ലോ ദേവി. കാത്തോളെ. സാർ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ സാറിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ അവകാശമായി ചോദിക്കൊന്നുമല്ല. എന്താണ് കാര്യം വെച്ചാ പറ കൊച്ചേ. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്കെന്തെങ്കിലും ഭക്ഷണം വാങ്ങി തരുമോ? അതിനെന്താ, വാങ്ങിത്തരാം. അല്ല, സാർ ഫോണിൽ കൂടി വീട്ടുജോലിക്കാരുടെ കാര്യം പറയുന്നത് കേട്ടായിരുന്നു. എനിക്ക് നന്നായി വീട്ടുജോലികൾ ചെയ്യാൻ അറിയാം സാർ. ആ ജോലി എനിക്ക് തന്ന വലിയ ഉപകാരമായിരുന്നു. ഇവളെന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. ഇവള് വർഷ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാല് വർഷ അല്ല എന്നറിയാത്ത രീതി തന്നെ പെരുമാറാം. സാറെന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അല്ല, നീ ഇപ്പൊ അമ്മ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയല്ലേ. ആദ്യം നമുക്ക് എന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം. എന്നിട്ട് വീട്ടുജോലിയുടെ കാര്യം ആലോചിക്കാം. വന്ന് വണ്ടി കയറി. അതുവരെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല സാർ.